Students, welcome back. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഇതിൽ കാണാൻ കഴിയും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ പ്ലേ ലിസ്റ്റ് ഉണ്ട്. ആ പ്ലേ ലിസ്റ്റിൽ പോയാൽ മിസ് ചാപ്റ്റർ 1, ചാപ്റ്റർ 2 അങ്ങനെയായിട്ട് എല്ലാതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് മാറ്റർ. മാറ്ററിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസ്, മാറ്ററിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസിനെ കുറിച്ചിട്ടാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ എർത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സബ്സ്റ്റൻസസ് കാണാൻ കഴിയും. ഇതിനെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. പ്യുവർ സബ്സ്റ്റൻസസും അതേപോലെ മിക്സ്ചേഴ്സുമായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുന്നതൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, പ്യുവർ സബ്സ്റ്റൻസും അതേപോലെ മിക്സ്ചേഴ്സായിട്ട്. ഓക്കെ, ഇതിൽ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പലതും നമുക്കറിയാം, എന്നാലും കുറച്ചൊക്കെ നമുക്ക് അറിയാത്തതുണ്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ, അത് നമുക്കറിയാം, അതൊരു മിക്സ്ചറാണ്. ദെൻ സോൾട്ട് സൊല്യൂഷൻ, അതൊരു മിക്സ്ചറാണ്. ഷുഗർ സൊല്യൂഷൻ, അതൊരു മിക്സ്ചറാണ്. ദെൻ കോപ്പർ, അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതേപോലെ കാർബൺ, അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അയൺ ഓർ, അതും പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ദെൻ വാട്ടറും പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ദെൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അതൊരു മിക്സ്ചറാണ്. ദെൻ സൾഫർ, അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഇനി ഇതിൽ സൾഫർ എന്നും കാർബൺ എന്നും എന്നൊക്കെ കോപ്പർ, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അതൊക്കെ കേട്ടപ്പോൾ ഇതൊക്കെ എന്താണെന്നൊക്കെ ഡൗട്ട് അടിച്ചില്ലേ? സോ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്ന് പഠിക്കാം. ഓക്കെ, ഈ പ്യുവർ സബ്സ്റ്റൻസും അതേപോലെ മിക്സ്ചേഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാനിട്ട വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതെടുത്ത് നോക്കിയാൽ മതി. നമുക്കിനി ഒന്നുകൂടെ നോക്കാം എന്താണ് പ്യുവർ സബ്സ്റ്റൻസസ്, അതേപോലെ എന്താണ് മിക്സ്ചേഴ്സ് എന്നും. ഓക്കെ, വാട്ട് ഈസ് പ്യുവർ സബ്സ്റ്റൻസസ്? ഓർക്കുന്നുണ്ട് എന്താണ് പ്യുവർ സബ്സ്റ്റൻസസ് എന്ന്? മെറ്റീരിയൽസ് മെയ്ഡ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഐഡൻറ്റിക്കൽ നേച്ചർ ആർ കോൾഡ് പ്യുവർ സബ്സ്റ്റൻസസ്. ആൻഡ് ദെൻ വാട്ട് അബൌട്ട് മിക്സ്ചേഴ്സ്? മിക്സ്ചേഴ്സ് എന്താണ്? ദ സബ്സ്റ്റൻസസ് മെയ്ഡ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിഫറെൻറ്റ് നേച്ചർ ആർ കോൾഡ് മിക്സ്ചേഴ്സ്. അപ്പോൾ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസിനെ കുറിച്ചും മിക്സ്ചേഴ്സിനെ കുറിച്ചും മനസ്സിലാക്കി. ദെൻ ഇനി പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾസ് ഏതൊക്കെ ഞാൻ പറയാം. യെസ്, പ്യുവർ വാട്ടർ, അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഗോൾഡ് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ദെൻ സിൽവർ, പിന്നെ അതിൽ വരുന്നത് ഷുഗർ, സോൾട്ട് എക്സെട്ര, ഇതൊക്കെ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ദെൻ മിക്സ്ചേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിലോ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സോഡ വാട്ടർ, അതൊരു മിക്സ്ചറാണ്. എയർ മിക്സ്ചറാണ്. ദെൻ സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, അതൊക്കെ മിക്സ്ചറാണ്. ഈ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ വാട്ടറും കാണും. സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോൾട്ടിന് പ്ലസ് വാട്ടർ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ്. ഇനി നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിയോ? ഫിൽ 1/4 ഓഫ് എ ബോയിലിംഗ് ട്യൂബ് വിത്ത് ഷുഗർ ആൻഡ് ക്ലോസ് ഇറ്റ് വിത്ത് കോട്ടൺ. ദെൻ ഹീറ്റ് ദ ബോയിലിംഗ് ട്യൂബ് സ്ട്രോങ്ലി. ബോയിലിംഗ് ട്യൂബ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ടെസ്റ്റ് ട്യൂബില്ലേ? യെസ്, ആ ടെസ്റ്റ് ട്യൂബിനകത്ത് കുറച്ച് ഷുഗർ ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്ത് വെക്കണം, കോട്ടൺ യൂസ് ചെയ്തിട്ട്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ഹീറ്റ് ചെയ്യണം. നമുക്കിനി ഈ എക്സ്പെരിമെൻ്റ് ഒരു വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ,
അപ്പോൾ നമ്മളിവിടെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. മിസ്സിൻ്റെ കയ്യിൽ ഒറിജിനൽ ബോയിലിംഗ് ട്യൂബൊന്നുമില്ല. സോ ഞാനിവിടെ എൻ്റെ കയ്യിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ക്യാൻഡിൽ വേണം, പിന്നെ ബോയിലിംഗ് ട്യൂബിന് പകരം നമ്മുടെ ടെസ്റ്റ് ട്യൂബില്ലേ അതിന് പകരം ഞാൻ എടുത്തത് ചെറിയൊരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ ക്രിസ്റ്റൽ പഞ്ചസാര എടുക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഷുഗർ ക്രിസ്റ്റൽസ് എടുത്തിട്ട് ഈ ബോയിലിംഗ് ട്യൂബിലിടാം, ഈ ഗ്ലാസ്സിലോട്ട് ഇടാം. നമ്മൾ കെമിക്കൽസ് ഒന്നും ഒരിക്കലും കൈ കൊണ്ട് ഇടാൻ പാടില്ല. ഞാനിവിടെ പഞ്ചസാര ആയതുകൊണ്ടാണ് കൈ കൊണ്ട് അതിലിട്ടത്. നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്പൂണ് പോലത്തെ അതിന് പറയുന്നതാണ് സ്പാച്ചുല എന്ന് പറയും. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോൾട്ടൊക്കെ എടുക്കാറ്. ഓക്കെ, ഇനി നമ്മൾ ഈ ക്യാൻഡിൽ കത്തിക്കണം. ഓക്കെ, ക്യാൻഡിൽ കത്തിച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് ചൂടാക്കണം. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് കൈ കൊണ്ട് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോട്ടിൽ ചൂടാകുമ്പോൾ എൻ്റെ കൈ പൊള്ളിപ്പോവും. അതുകൊണ്ട് നമ്മൾ ലാബിൽ യൂസ് ചെയ്യുമ്പോൾ ടെസ്റ്റ് ട്യൂബ് ഹോൾഡേഴ്സ് ഉണ്ട്. എൻ്റെ കയ്യിൽ ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ ഇല്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു കമ്പി വളച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇനി ഈ ഇതിൽ കോട്ടൺ വെച്ചിട്ട് ഇതിൻ്റെ അടപ്പൊന്ന് മൂടി വയ്ക്കണം. ഒരു കോട്ടൺ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത്, ഇതിൻ്റെ തുറക്കുന്ന ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് ഇത് കോട്ടൺ വെച്ചിട്ട് അടക്കണം. ഓക്കെ, ഈ ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെങ്ങനെ പിടിക്കുന്നു, ജസ്റ്റ് ഇതിൻ്റെ മൗത്ത് പാർട്ട് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. ഇതേ കാണുന്നില്ലേ, ഇതുപോലെ ഞാനിങ്ങനെ കൂളായി പിടിക്കും. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലാസ് ബോട്ടിൽ നമ്മളിപ്പോൾ ടെസ്റ്റ് ട്യൂബ് എന്ന് പറയാം, ഇത് നമുക്ക് ചൂടാക്കാം. ചൂടായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ചൂടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടല്ലോ, അവിടെ കാണുന്നുണ്ടോ? എനിക്ക് കാണുന്നുണ്ട്. ഇനി ക്യാമറയിൽ നിങ്ങൾക്ക് എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 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 നമ്മുടെ എക്സ്പെരിമെൻ്റ് കഴിഞ്ഞു. ഇനി എന്താ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ എന്താ കാണാൻ കഴിയുന്നത്, നമ്മളെടുത്തിരുന്ന ബോയിലിംഗ് ട്യൂബിലുണ്ടായിരുന്ന ഷുഗറെല്ലാം കണ്ടോ, അതെല്ലാം മെൽറ്റായിട്ട് ഒരു ബ്ലാക്ക് കളറായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒട്ടുപിടിച്ചിരിക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു ബ്ലാക്ക് റെസിഡ്യൂ കിട്ടി. പിന്നെ അത് മാത്രമല്ല, നിങ്ങളിതിൻ്റെ സൈഡ്സിലൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഞാൻ കാണിച്ചു തരാം. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അതിൻ്റെ സൈഡ്സിൽ വാട്ടർ ഡ്രോപ്സ് കാണുന്നുണ്ടോ? വെള്ളത്തിൻ്റെ തുള്ളികൾ എങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട് കണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ഷുഗർ അതൊരു പ്യുവർ സബ്സ്റ്റൻസാണ്. ആ പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്തിട്ട് ഡീകമ്പോസ് ചെയ്തപ്പോൾ എന്തൊക്കെ കിട്ടി? നമുക്ക് ഒരു ബ്ലാക്ക് റെസിഡ്യൂ കിട്ടി. അതിന് പറയുന്ന പേരാണ്, ആ ബ്ലാക്ക് റെസിഡ്യൂ പറയുന്നതാണ് കാർബൺ. പിന്നെ അതിൻ്റെ സൈഡ്സിൽ നമുക്ക് എന്ത് കിട്ടി? വാട്ടറും കിട്ടി. അപ്പോൾ ഷുഗർ
നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടെണ്ണം ആക്കാൻ പറ്റി. എന്തൊക്കെയാണ്? കാർബണും അതേപോലെ വാട്ടറും. ഇതാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് മനസ്സിലാക്കിയത്. പ്യുവർ സബ്സ്റ്റൻസ് ഷുഗർ അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട് പോലും നമുക്കതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റി, രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി, കാർബണും വാട്ടറുമായിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ പ്യുവർ സബ്സ്റ്റൻസിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടു, എക്സ്പെരിമെൻ്റ് കണ്ടു. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഒബ്സർവേഷൻസ് കിട്ടി? എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്? ഫസ്റ്റ്, ബ്ലാക്ക് കളർ സബ്സ്റ്റൻസസ് അറ്റ് ബോട്ടം ഓഫ് ടെസ്റ്റ് ട്യൂബ്. നമുക്ക് ടെസ്റ്റ് ട്യൂബിൻ്റെ ഏറ്റവും താഴെ എന്തോ ഒരു ബ്ലാക്ക് കളർ സബ്സ്റ്റൻസ് കിട്ടി. അത് എന്താണത്? ദാറ്റ് ഈസ് കാർബൺ. പിന്നെന്താ നമുക്ക് കിട്ടിയത്? വാട്ടർ ഡ്രോപ്സ് ഓൺ ദ സൈഡ്സ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൊക്കെ വാട്ടർ ഡ്രോപ്സ് കിട്ടി. ദെൻ വാട്ട് ആർ ദ സബ്സ്റ്റൻസസ് ഒബ്റ്റെയിൻഡ് ബൈ ഹീറ്റിംഗ് ഷുഗർ. അപ്പോൾ ഷുഗർ ഹീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടി? കാർബണും കിട്ടി, അതേപോലെ വാട്ടറും കിട്ടി. നമ്മൾ കണ്ടിരുന്നില്ലേ? യെസ്, ഇങ്ങനെയാണ് നമ്മൾ കണ്ടത്. പിന്നെ ഇതാ നമ്മൾ ചെയ്തപ്പോൾ കണ്ടത് എന്താ? കണ്ടില്ലേ? എന്താണ്? നമ്മളെ ബോയിലിംഗ് ട്യൂബിനകത്ത് കാർബണുണ്ട്, അതേപോലെ വാട്ടർ ഡ്രോപ്സ് ഉണ്ട് വാൾസിൽ. കണ്ടില്ലേ? യെസ്, അങ്ങനെ നമ്മൾ എക്സ്പെരിമെൻ്റ് കഴിഞ്ഞു. ഇനി കാർബൺ ഒബ്റ്റെയിൻഡ് ബൈ ഹീറ്റിംഗ് ഷുഗർ കനോട്ട് ബി ഫർദർ ഡിവൈഡഡ്. നമുക്ക് ഷുഗർ ഹീറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആ കാർബണെ അതിനെ ഇനി വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി എന്തൊക്കെ പ്രോസസ്സ് ചെയ്താലും അത് കാർബണായിട്ട് തന്നെ നമുക്ക് കിട്ടുള്ളൂ. ഇനി വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താ നമുക്ക് കിട്ടിയിരുന്നത്? വാട്ടർ. ഈസ് വാട്ടർ ക്യാൻ ബി ഫർദർ ഡിവൈഡഡ്. നമുക്ക് വാട്ടറിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? യെസ്, ഇതിലുള്ള ഒരു ആൻസറാണ് നമ്മുടെ സയൻറ്റിസ്റ്റ്. ഇതാരാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ക്യാൻ യു ഗസ്? ദിസ് ഈസ് ഹംഫ്രി ഡേവി. ഈ സയൻറ്റിസ്റ്റ് ഇൻ 1806 Sir Humphrey Davy discovered that when electricity is passed through water, it splits into hydrogen and oxygen. ഹംഫ്രി ഡേവി ഡിസ്കവർ ചെയ്തു ഇലക്ട്രിസിറ്റീനെ വാട്ടറിൽ കൂടെ പാസ് ചെയ്താൽ ഹൈഡ്രജനും ഓക്സിജനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ കൊണ്ടുപോയിട്ട് ഇലക്ട്രിസിറ്റി വാട്ടറിൽ ഇട്ടാലൊന്നും അങ്ങനെയൊന്നും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മിസ്സ് പറഞ്ഞത് തന്നിട്ട് അല്ലേന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും നിങ്ങൾ ഡയറക്റ്റായിട്ട് പോയിട്ട് ഇലക്ട്രിസിറ്റി വാട്ടറിൽ ഡിപ്പ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ സംഭവിക്കുമ്പോൾ ഷോക്ക് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയൊന്നും നിങ്ങൾ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങളായിട്ട് ചെയ്യാൻ പോകേണ്ട. ഇത് ജസ്റ്റ് ബേസിക് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇങ്ങനെ ഡേഞ്ചർ ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒന്നും നിങ്ങൾ ചെയ്യരുത്. നിങ്ങളിൽ പലരും ഉണ്ടാവും എന്തെങ്കിലും കേട്ടാൽ പകുതി അറിവ് വെച്ചിട്ട് പോയി ചെയ്ത് നോക്കുന്നവർ. അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി വാട്ടറിൽ ഷോക്ക് ഉണ്ടാകുന്ന കാരണമാണ് നമ്മൾ മഴ പെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്ത് വെക്കുന്നില്ലേ? എന്തുകൊണ്ടാണ്? ഇലക്ട്രിക് ലൈൻസൊക്കെ വാട്ടറിൽ താഴെ വീണ് പോയാൽ എവിടെയൊക്കെ വെള്ളമുണ്ടോ അതിലൊക്കെ ഇലക്ട്രിസിറ്റി കറണ്ട് അതിലൂടെ പാസ് ചെയ്തു പോകും. അപ്പോൾ കറണ്ട് നമ്മൾക്ക് ഷോക്ക് അടിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ എക്സ്പെരിമെൻറ്റ്സ് ഒന്നും ചെയ്യരുത്. അതിനായിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ വേറെയുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കുക. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കുമ്പോൾ വാട്ടറിനെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ദെൻ ഇനി ഈ ഹംഫ്രി ഡേവിയുടെ ഡിസ്കവറിയാണ് ഹെൻറി കാവൻഡിഷ് വേറൊരു സയൻറ്റിസ്റ്റിന് ഉപകാരപ്പെട്ടത്. എന്തിനാണെന്നറിയോ? ഇൻഫാക്ട് ഡേവീസ് ഫൈൻഡിങ് വാസ് മെയ്ഡ് പോസിബിൾ ബൈ ഡിസ്കവറി ഓഫ് ഹെൻറി കാവൻഡിഷ് that hydrogen burns in oxygen to give water. ഹെൻറി കാവൻഡിഷിൻ്റെ നമ്മൾ അറിയപ്പെടുന്നത് ഹൈഡ്രജൻ എന്നുള്ള എലമെൻറ്റ് ഡിസ്കവർ ചെയ്ത സയൻറ്റിസ്റ്റായിട്ടാണ് നമ്മൾ ഹെൻറി കാവൻഡിഷിനെ അറിയപ്പെടുന്നത്. ഈ സയൻറ്റിസ്റ്റാണ് ഹൈഡ്രജനും അതുപോലെ ഓക്സിജനും ബേൺ ചെയ്തിട്ടാണ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് ഹെൻറി കാവൻഡിഷ്. ദെൻ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസിനെ കുറിച്ച് പഠിച്ചു.
അതിൽ ഒരു പ്യുവർ സബ്സ്റ്റൻസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഷുഗറിനെ നമ്മളിപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ അതിനെ എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റി? കാർബണും അതേപോലെ വാട്ടറുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി വേറൊരു പ്യുവർ സബ്സ്റ്റൻസ്, ഈ ഷുഗറിൽ നിന്ന് കിട്ടിയതാണ് വാട്ടർ. ഈ വാട്ടറിനെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പഠിച്ചല്ലോ. ഈ സയൻറ്റിസ്റ്റ് പറഞ്ഞു തന്നു നമുക്ക് എന്തൊക്കെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഈ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്താൽ അതിലെന്തൊക്കെ ഉണ്ടാവും? അതുപോലെ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ ആക്കാൻ കഴിയും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കുമ്പോൾ? യെസ്, ഹൈഡ്രജനും അതുപോലെ ഓക്സിജനും നമുക്ക് കിട്ടും. ദെൻ വേറൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് കാർബൺ. അതിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മളിനി എന്തൊക്കെ കെമിക്കൽ പ്രോസസ്സ് ചെയ്താലും കാർബൺ മാത്രമായിട്ടേ കിട്ടുള്ളൂ. വേറൊരു സബ്സ്റ്റൻസ് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യില്ല. ദെൻ നെക്സ്റ്റ് ഓക്സിജനെ നമുക്ക് വീണ്ടും കെമിക്കൽ പ്രോസസ്സൊക്കെ ചെയ്തിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതും പറ്റില്ല. ദെൻ വേറെ ഹൈഡ്രജനെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദെൻ ഗോൾഡ് എന്ന് പറയുന്നത് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഗോൾഡിനെ എന്തൊക്കെ കെമിക്കൽ പ്രോസസ്സ് ചെയ്താലും അതിൽ ഗോൾഡ് മാത്രമേ കാണുള്ളൂ. അതേപോലെ വേറൊരെണ്ണമാണ് സിൽവറിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഡൗട്ട് വന്നില്ലേ നിങ്ങൾക്ക്? കുറച്ച് പ്യുവർ സബ്സ്റ്റൻസ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, മറ്റു ചിലത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിന് മൊത്തത്തിൽ പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാലും ഇതിനൊരു ക്ലാസിഫിക്കേഷൻ വേണ്ടേ? യെസ്, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, ഈ പ്യുവർ സബ്സ്റ്റൻസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്യുവർ സബ്സ്റ്റൻസസ് അപ്പോൾ 2 ടൈപ്സ് ഉണ്ട്, 2 kinds. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്ന് ഏതാണ്? ദ പ്യുവർ സബ്സ്റ്റൻസസ് വിച്ച് cannot be further decomposed through chemical processes are called elements. Note the word elements. Elements എന്ന് പറയുന്നത് എന്താണ്? പ്യുവർ സബ്സ്റ്റൻസിനെ അതിൽ which cannot be further decomposed through chemical processes are called elements. നമ്മളിനി എന്തൊക്കെ കെമിക്കൽ പ്രോസസ്സ് ചെയ്താലും അതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല, വീണ്ടും ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്ത പ്യുവർ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് എലമെൻറ്റ്സ്. അപ്പോൾ അതിലേതൊരു എക്സാമ്പിൾ പറയാൻ പറ്റുക? യെസ്, ഫസ്റ്റ് നമ്മൾ ഏതാ പഠിച്ചത്? കാർബൺ. അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കാർബൺ എന്ന് പറയുന്നത് എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അതിലെ പ്യുവർ സബ്സ്റ്റൻസിലെ ഏത് ക്ലാസിഫിക്കേഷനിൽ പെടും? എലമെൻറ്റ്സ്. ദെൻ നെക്സ്റ്റ് എന്താണ്? Compounds are pure substances formed from 2 or more elements through chemical combination. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? 2 അതിലധികമോ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട്സ് ഉണ്ടാവണതെന്ന്. അപ്പോൾ കോമ്പൗണ്ട്സ് ഏതാണ്? അതിൽ ഷുഗർ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടാണ്. അതിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്? എലമെൻറ്റ്സ് ഉണ്ട് അതിൽ. യെസ്, അതിൽ കാർബണും ഉണ്ട്, അതുപോലെ ഷുഗറിൽ വാട്ടറും ഇല്ലേ, അപ്പോൾ അതിൽ ഹൈഡ്രജനുമുണ്ട്, ഓക്സിജനുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 എലമെൻറ്റ്സ് കൂടിയ കോമ്പൗണ്ടാണ് ഷുഗർ. ദെൻ കോമ്പൗണ്ട്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് എലമെൻറ്റ്സ് ത്രൂ സ്യൂട്ടബിൾ കെമിക്കൽ പ്രോസസ്സസ്. ഓരോ കെമിക്കൽ പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ കോമ്പൗണ്ട്സിലുള്ള എലമെൻറ്റ്സിനൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതൊക്കെയാണോ ആ എലമെൻറ്റ്സ് അത് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റിൽ കണ്ടതുപോലെ ഷുഗർ, അത് നമുക്ക് വീണ്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും, കാർബണായിട്ടും ഹൈഡ്രജനായിട്ടും ഓക്സിജനായിട്ടും. ഓക്കെ, അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ എലമെൻറ്റ്സ് ആയിട്ടും കോമ്പൗണ്ട്സ് ആയിട്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തു അല്ലേ? ഇനി നമുക്ക് എലമെൻറ്റ്സിൻ്റെയും അതേപോലെ കോമ്പൗണ്ട്സിൻ്റെയും ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് എലമെൻറ്റ്സ്? Elements are pure substances which cannot be split into simpler components through chemical processes. Then what about compounds? Compounds are substances formed by the combination of
2 or more elements through chemical reactions. ഇതാണ് എലമെൻസിൻ്റെയും കോമ്പൗണ്ട്സിൻ്റെയും ഡെഫിനിഷൻ. എലമെൻസിനെ എന്താ പറയുക? യെസ്, എലമെൻറ്റ്സ് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. നമുക്കതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ കോമ്പണൻസ് ആയിട്ട് മാറ്റാൻ കഴിയില്ല. ദെൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? രണ്ടോ അതിലധികമോ എലമെൻറ്റ്സ് കെമിക്കൽ റിയാക്ഷനിലൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിനി എലമെൻസിൻ്റെയും കോമ്പൗണ്ട്സിൻ്റെയും കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, എലമെൻസിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ഇന്ന് പഠിച്ച എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഗോൾഡ്, സിൽവർ, ഇതൊക്കെയാണ് എലമെൻസിൻ്റെ എക്സാമ്പിൾസ്. ഇനിയും ഒരുപാട് എലമെൻസ് ഉണ്ട്. അതൊക്കെ ഇനി നമുക്ക് കമ്മിങ് ക്ലാസ്സസിൽ നമുക്ക് പഠിക്കാം കേട്ടോ. ദെൻ കോമ്പൗണ്ട്സിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? യെസ്, വാട്ടർ, ഷുഗർ, സോൾട്ട്, കാർബൺ ഡൈ ഓക്സൈഡ് എക്സെട്ര. വാട്ടറിനകത്ത് ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്? ഹൈഡ്രജൻ, അതുപോലെ ഓക്സിജനും. ഷുഗറിലോ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ദെൻ സോൾട്ട് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ്, അതിൽ സോഡിയമുണ്ട്, അതുപോലെ ക്ലോറിനുമുണ്ട്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്, അതിൽ ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും കാർബണുമുണ്ട്, അതുപോലെ ഓക്സിജനും ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആൻഡ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ നമുക്കിനി പുതിയ ടോപ്പിക്സ് ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ മിസ്സിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സ് അറിയാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സ്റ്റുഡൻസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്.